കലാമണ്ഡലം എന്ന് കേട്ടാൽ ആദ്യം മനസ്സിൽ ഓടിയെത്തുക പാരമ്പര്യ കലയുടെ തനത് രൂപമാകും. പക്ഷേ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ സ്വാഗതഗാനത്തിന്റെ നൃത്താവിഷ്കാരം വൈവിധ്യങ്ങൾ നിറഞ്ഞതായിരുന്നു. അത് ചിട്ടപ്പെടുത്തിയത് കലാമണ്ഡലത്തിലെ അധ്യാപകരും. ക്ലാസിക്കൽ ഡാൻസും ഒപ്പനയും മാർഗം കളിയും എല്ലാം ഒത്തുചേർന്നുകൊണ്ടുള്ള നൃത്താവിഷ്കാരം കലാമണ്ഡലത്തിലെ അധ്യാപിക രജിത രവിയുടെ നേതൃത്വത്തിലായിരുന്നു ഒരുക്കിയത്. കലാമണ്ഡലം സൂചിപ്പിച്ച പോലെ പാരമ്പര്യ കലകൾ അഭ്യസിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ പാരമ്പര്യ കലകളിലെ കൊറിയോഗ്രാഫി അത് വേറെ തലത്തിൽ നിൽക്കുമ്പോൾ തന്നെ സമകാലികമായിട്ട് ഓരോ സന്ദർഭത്തിനനുസരിച്ചിട്ട് കൊറിയോഗ്രാഫികൾ അതിൽ പാരമ്പര്യ കലകൾക്ക് പുറമെ മറ്റ് നാടൻ കലകളും അത്തരത്തിലുള്ള കലാരൂപങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൊറിയോഗ്രാഫികൾ കലാമണ്ഡലം ചെയ്തു വരുന്നുണ്ട്. കേരളത്തിന്റെ വിവിധ കലകൾ സമന്വയിപ്പിച്ച് ഇത്രയധികം പേരെ ഒന്നിപ്പിക്കുക എന്നത് വലിയ ദൗത്യം തന്നെയായിരുന്നു ഒരു കൊറിയോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം. സത്യത്തിൽ അതത്ര ബുദ്ധിമുട്ടുണ്ടോ എന്ന് ആണ് എൻ്റെ സംശയം. കാരണം അതിനൊരു താളമുണ്ട്. ഈ താളം എന്ന് പറയുന്നത് ഓരോ ആർട്ട് ഫോമിൻ്റെയും വളരെ തനതായിട്ടുള്ളൊരു താളമുണ്ട്. ആ താളത്തിനെ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്കിതെല്ലാം കൂടി ബ്ലെൻഡ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. മാത്രമല്ല എല്ലാം കലയാണ്. അപ്പോൾ കലയ്ക്ക് അത്തരത്തിലുള്ളൊരു ബൈനറിയുടെ ആവശ്യമില്ല എന്നാണ് നമ്മൾ കരുതുന്നത്. ഒരു നൃത്ത ഇനത്തിലുള്ള പ്രാവീണ്യം മാത്രമല്ല, ഒരു കൊറിയോഗ്രാഫറെ സംബന്ധിച്ച് എല്ലാ കലകളും ഒന്നാണ്. ഇക്കാലത്ത് അത്തരത്തിലുള്ള കലാസൃഷ്ടികൾക്കാണ് പ്രിയം. കാണികളെ ആനന്ദിപ്പിക്കുന്ന തരത്തിലുള്ള പ്രകടനം ഒരുക്കുക എന്നത് വലിയ വെല്ലുവിളി തന്നെയാണ്. പക്ഷേ അതെല്ലാം ഓരോ ചേരുവകളും കൃത്യമായി ചേർത്ത് ഒരുക്കി നൽകുകയാണ് ഒരു പരിശീലകയുടെ ദൗത്യം. എല്ലാവരും പല വിഭാഗത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഒരൊറ്റ ആർട്ട് ഫോം മാത്രം ആസ്വദിക്കുന്നവരല്ല എന്ന് നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പല കലകളെയും അതിൽ ഉൾക്കൊള്ളിക്കാൻ നോക്കിയത്. എല്ലാ കലകളുടെയും, അതായത് കേരളത്തിൻ്റെ ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു മുഖം കാണിക്കാവുന്ന രീതിയിലുള്ള ഒരു കൊറിയോഗ്രാഫി ആവണമെന്ന് നമുക്ക് താല്പര്യമുണ്ടായിരുന്നു. ആ രീതിയിൽ തന്നെയാണ് അത് ചെയ്തെടുത്തത്. സംഗീതത്തിനനുസരിച്ച് ചിട്ടയായി ചുവടുവെക്കാൻ പഠിപ്പിക്കുക മാത്രമല്ല, അത് ആസ്വാദകർക്ക് അത്രത്തോളം ഹൃദ്യമാകുക എന്നുള്ളത് കൂടി വലിയ വെല്ലുവിളിയാണ്. കലോത്സവത്തിലുൾപ്പെടെ അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് നൃത്താധ്യാപിക രജിത രവി. MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.